കേരളം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പരിധിക്ക് പുറത്തല്ലെന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. ഇപ്പോഴിതാ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ കൊലപ്പെടുത്താനുള്ളവരുടെ ഹിറ്റ് ലിസ്റ്റിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. RSS നേതാവ് വത്സൻ തില്ലങ്കേരി, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ഉൾപ്പെടെ 977 പേരെയാണ് PFI കൊല്ലാനോ ആക്രമിക്കുകയോ ചെയ്യാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നത്. പട്ടികയിൽ ആലുവ സ്വദേശിയായ റിട്ടയേർഡ് ജഡ്ജിയും ആലുവയിൽ നിന്ന് തന്നെയുള്ള മറ്റ് 2 പേരും ഉണ്ട്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തപ്പോഴാണ് NIA ഈ വിശദാംശങ്ങൾ കോടതിയിൽ നൽകിയത്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്നും ഒരു പട്ടിക കൂടി ലഭിച്ചു. അതിൽ 240 പേരാണ് ഉണ്ടായിരുന്നത്. ആലുവ പെരിയാർ വാലിയിലെ PFI ഓഫീസിൽ നിന്ന് 5 പേരുകളും പുറമെ 232 പേരുടെ പട്ടികയും ലഭിച്ചു. അറസ്റ്റിലായ അയൂബിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് 500 പേരുടെ പട്ടികയാണ്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സിന് 36 ചോദ്യങ്ങൾ അടങ്ങിയ ക്വസ്റ്റ്യനെയറും നൽകിയിരുന്നുവെന്നും കൃത്യം ആസൂത്രണം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ചോദ്യങ്ങൾ എന്നും NIA പറയുന്നു. കേരളത്തിൽ കലാപമുണ്ടാക്കാൻ, ചോരപ്പുഴ ഒഴുക്കാൻ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ കൂടിയാണ് കേന്ദ്ര സർക്കാർ PFIയെ നിരോധിച്ചതിലൂടെ ഇല്ലാതായത് എന്നത് വ്യക്തം. അതേ PFIയുടെ ആശയപ്രചാരകർ കേരളത്തിൽ തുടരുന്നുവെങ്കിൽ ഓർത്തുകൊള്ളൂ, അത് അങ്ങേയറ്റം അപകടകരമാണ്.